നാട്ടാരെ നമസ്കാരം. എന്റെ പേര് പൊങ്ങൻ ചെട്ടി. ഞാൻ കറുമ്പൂതത്തെ പിടിക്കാൻ പോയത്. നാട്ടാരെ, പൊന്നിയമ്മയുടെ പുടമുറി മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത നാഗഗാനം പാടി നാഗങ്ങളെ എന്റെ ചുറ്റും നൃത്തം ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതനുസരിച്ച് നാഗങ്ങളെ നാനാവഴിക്കും ഇറക്കി വിട്ടോളി. മലനാട്ടിന് കുറച്ചിലുണ്ടാക്കരുത്. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിന് മിടുക്കും ധൈര്യവുമുള്ള ആൺകളെ എത്തുന്ന കാലം ഇനിയും മത്സരം നടക്കും. നിങ്ങളെന്താണ് പാട്ടിരിക്കണത്? മുഷാക്കുട്ടി, ഒരു പാമ്പിനെ കെട്ട് ഒരു പുരുഷൻ ഇങ്ങനെ ഓടാമോ? ശരിയാണ് പൊങ്ങച്ചട്ടി. മുഷ്കിലില്ലാത്ത ഈ ഫിനിഷുകൾ. നമ്മളാണെങ്കിൽ ആ പാമ്പിന്റെ വാലയെ പിടിച്ച് കറക്കി ദുനിയാവിന്റെ അപ്പുറത്തിറങ്ങിയാണ്. നമുക്ക് ഒരു പണി ചെയ്യാം. എന്താ? നമ്മള് തോച്ചുപടങ്ങി നാട്ടിൽ ചെന്നാല് നെരുത്ത് കുളച്ചിലാണ്. ശരിയാണ്. പൊന്നിയമ്മയെ കിട്ടാതെ ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ പുളിച്ചാടി മരിക്കാം. അതിങ്ങനെ ഇങ്ങോട്ട് പെരി. നിങ്ങൾ മയ്യത്താകണ്ടാകും. നമുക്ക് രണ്ടാൾക്കും കൂടി പൊന്നിയമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഓളെ ചോദിക്കാം. പൊന്നിയമ്മേ, ഇങ്ങനെ പുടവ തരാൻ എത്തുന്ന ആന്തരിയെ മടക്കി അയച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവ തരാൻ? എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ. വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങിപ്പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ തമ്പ്രാട്ടിമാരെ, അടിയിൽ നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിന്ന് പോയിൻ. അയ്യോ, അടിയം ഭൂമിയിലല്ല
സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. തമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇവിടെ വാ. അവിടെ നോക്കൂ. കരക്കോട്ടി കയറി. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. നമുക്കൊരു ബുദ്ധി തോന്നുന്നു. പൊന്നിയമ്മയെ കുടുക്കലാക്കണ ബുദ്ധി എന്ന പഴമല. നമ്മക്കും ഒരു ബുദ്ധി. എന്താ? നമ്മ കുടുംബ ചെന്ന് നാടുവാടിക്ക് പരാതിപ്പെടണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരമ്പത്തിയുടെ കൂടെ പൊറുക്കുമ്പോഴ് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. 6 മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ 6 മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ 2 കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ. സംഗതി ശരിയാണ്. പക്ഷേ മാമംഗലം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പു തരിക? അതിരാകും മൂസാക്കുട്ടിയാ? മൂസാക്കുട്ടി മാത്രമല്ല, പൊങ്കൻ ചെട്ടിയുണ്ട്. നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സംശയമില്ലല്ലോ. പൊങ്ങൻ ചെട്ടി ജയിച്ച്.